പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് പറയാൻ പോകുന്നൊരു വിഷയം പൂക്കളെയും ചെടികളെയും കുറിച്ചാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഡെയിലി ചെടികളെ കാണുന്നില്ലേ? ഈ ചെടികൾ സാധാരണ എവിടെയൊക്കെയാണ് നിൽക്കുന്നത്? ചെടികൾ മിക്കവാറും തൊളിയിലും തൊഴുമ്പിലും ചിലപ്പം കാട്ടിലും വഴിവക്കിലും ഒക്കെ ആയിരിക്കും ചെടികൾ നിൽക്കുന്നത്. മിക്ക ചെടികളും പൂക്കാറുണ്ട്. പൂത്ത് നല്ല മനോഹരമായ പൂക്കളും തരും, നല്ല സുഗന്ധവും തരാറുണ്ട്. ആ പൂക്കളെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചുറ്റുപാടുമുള്ളവർ അഴുക്ക് കോരി ഒഴിക്കാം, തുപ്പാം, നമ്മൾ അശ്രദ്ധയോടുകൂടി നമ്മൾ അതിനെ ഗൗനിക്കാതെ നമ്മൾ നടക്കാം. പക്ഷെ അപ്പോഴെല്ലാം ഈ ചെടി നല്ല മനോഹരമായ പൂക്കളുമായിട്ട് നല്ല സൗരഭ്യം പുലർത്തി തന്നെ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഒരാൾ ചോദിച്ചതാണ്, ചെടിയെ നിന്നെ ആരും ഗൗനിക്കുന്നില്ല, നിന്നെ ആരും പരിപാലിക്കുന്നില്ല, നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല നിന്നെ. പക്ഷേ എന്നിട്ടും നിനക്ക് എങ്ങനെയാണ് ഇത്രയും മനോഹരമായ പൂക്കൾ വിരിയിക്കാനും ഇത്രയും സുഗന്ധം പരത്താനും നിനക്ക് കഴിയുന്നത്? അപ്പോൾ ചെടി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, എന്നെ ആരെങ്കിലും ഗൗനിക്കുന്നുണ്ടോ, എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കാകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എൻ്റെ ചുറ്റുപാടുകളെ മനോഹരമാക്കുക എന്നുള്ളതും സുഗന്ധപൂരിതമാക്കുക എന്നുള്ളതും, ഈ രണ്ട് ജോലിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ചെടികളിൽ നല്ല പൂക്കൾ വിരിയിപ്പിച്ച് എൻ്റെ ചുറ്റുപാടുകളെ സുഗന്ധം പരത്തുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് കുട്ടികളോട് മുതിർന്നവരോടും ഒക്കെ പറയാനുള്ളത് അതാണ്. നമുക്കെന്ത് തരുന്നു എന്നൊന്നും നമ്മൾ നോക്കരുത്. നമുക്കെന്ത് ചെയ്യാം, നമുക്കെന്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുക. എല്ലാവരും മനോഹരമായിട്ടിരിക്കാനും മനോഹരമായിട്ട് പ്രവർത്തിക്കാനും നല്ല സുഗന്ധപൂരിതമായി എല്ലാവരെയും സ്നേഹിച്ച് നല്ല നന്മയും കാരുണ്യവും ഒക്കെ ആയിട്ട് ജീവിക്കാനും നോക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചെടിയും ഓരോ പുഷ്പങ്ങളുമായി മാറാൻ പറ്റും.